ആ ശരി ശരി. അവര് വലിയ ഭക്തയാണ്, അവര് ദേവിയുടെ കാര്യം ഓർത്തതാണ്, അവര് വിഗ്രഹം കൊണ്ടുവന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഇനി അവരുടെ കൂടെ അമ്പലത്തിലേക്ക് പോണെന്ന് പറഞ്ഞ് ഇറങ്ങോ? ആ തന്റെ കാര്യം കൊണ്ട് പറയാൻ പറ്റില്ല. ഇനി ആ പൂതനയുടെ കാര്യം ഇവിടെ എങ്ങാനും പറഞ്ഞ് ചെവിക്ക് പിടിച്ച് കിഴിഞ്ഞ് ഞാനേ ദേവിയോടൊന്ന് ചോദിക്കട്ടെ, ഈ ഒറ്റ ഏത്തയിടല് ക്ഷമിച്ചോന്ന്, അല്ലെങ്കിലേ വന്നിട്ട് പിന്നെ വിടണം. പിന്നെ ദേവി എൻക്വയറി കൗണ്ടർ തുറന്നു വെച്ചിരിക്കല്ലേ ചോദിക്കാൻ വേണ്ടി. നിഷേധി. എന്തൊരു പാവ ഇത്. പത്മ, തറവാട്ട് ക്ഷേത്രത്തിൽ വെച്ച് അങ്ങനെ ഒരു ചടങ്ങ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഗംഗ പറഞ്ഞ കാര്യങ്ങള് നമ്മൾ ചെയ്യേണ്ടത് തന്നെയല്ലേ? അതങ്ങനെ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. അളിയൻ അങ്ങനെ പറയരുത്. ഞാൻ ഈ കാര്യങ്ങൾക്ക് വിശ്വസിക്കുന്ന കൂട്ടത്തില. പ്രത്യേകിച്ച് തറവാട്ടിലെ ദേവീ ചൈതന്യത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. ഞങ്ങൾ വിദേശത്തായിരിക്കുമ്പോഴും ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങളിലും ഒരു വിട്ടുവീഴ്ച ഉണ്ടാവാതെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പത്മ, ഒരു തീരുമാനം പറയേ. അതുമല്ല, ഗംഗ പറഞ്ഞത് ഈ വിവാഹത്തെക്കുറിച്ച് തിരുമേനോട് ചോദിച്ചപ്പോ അത് നടക്കില്ല എന്നുള്ള രീതിയിലല്ലേ? അവൾ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു, എന്തൊക്കെയോ നമ്മളെ വിശ്വസിപ്പിക്കാൻ അവൾ ശ്രമിച്ചു. അതിന്റെ അർത്ഥം അവള് പറയുന്നത് മുഴുവൻ ശരിയെന്നാണോ? നമ്മുടെ ഒരു മനസ്സമാധാനത്തിന് നമ്മൾ അവിടെ വരെ ഒന്ന് പോയേ പറ്റൂ. കാലം കുറയായില്ലേ നമ്മൾ ഒരുമിച്ച് അവിടെയൊക്കെ പോയിട്ട്? പത്മ, ഒരു കൺഫ്യൂഷൻ മനസ്സിൽ വെക്കുന്നതിലും നല്ലത് ഉദയ് പറയുന്ന പോലെ അവിടെ പോകുന്നതല്ലേ? ശരി, എങ്കിൽ പോവാം. നാളെ രാവിലെ തന്നെ നമുക്ക് പോവാം. എങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം. അല്ല, ഈ വിഗ്രഹം ഇനി എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നത്? എന്ത് ചെയ്യാനാ? എവിടെയെങ്കിലും അങ്ങ് എടുത്ത് കളയണം. അയ്യോ മാഡം, വിഗ്രഹം ഒന്നും അങ്ങനെ വലിച്ചെറിഞ്ഞു കളയാൻ പാടില്ല. നമ്മള് പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു വിഗ്രഹം വീടിനകത്തേക്ക് വന്നാല് അതിനെ പരിപാലിക്കണം എന്നാ ഞാൻ കേട്ടിട്ടുള്ളത്. നിന്നോട് ഇപ്പൊ ഇവിടെ ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? നീ എന്തിനാ ഇതിലൊക്കെ ഇടപെടുന്നേ? പത്മ, നന്ദിനി പറയുന്നതിലും കാര്യമുണ്ട്. വിഗ്രഹം വലിച്ചെറിയുന്നതൊക്കെ ഒരു പാപം. ഒരു കാര്യവും ഇല്ലാതെ അങ്ങനെ ഒരു പാപം നമ്മൾ ചുമക്കേണ്ട ആവശ്യം എന്താ? പിന്നെ ഇത് എന്ത് ചെയ്യാനാ? മോളെ നന്ദിനി, ഇത് പൂജാമുറിയിൽ വെക്കുന്നതല്ലേ നല്ലത്? അതെ സർ, പൂജാമുറിയില് സാറിന്റെ കുടുംബക്ഷേത്രത്തിലെ ദേവിയാണല്ലോ താന്നിവരമ്മ. മാഡത്തിന്റെ തറവാട് ക്ഷേത്രത്തിലെ ദേവിക്കും അവിടെ ഒരു ഇരിപ്പിടം കൊടുക്കുന്നതാണ് നല്ലത്. പൂജകൾ ഒന്നിച്ചാവുകയും ചെയ്യാലോ. അപ്പൊ പിന്നെ അങ്ങനെ ആവട്ടെ. ഒരു വിഗ്രഹത്തിനെ എങ്ങനെ പരിപാലിക്കണം എന്നുള്ളത് നന്ദിനിക്ക് നന്നായിട്ട് അറിയാം. നന്ദിനി അത് ചെയ്തോളും. പത്മ, അത് താൻ എതിർക്കണ്ട. നമ്മുടെ ദേവിയാണ്. കുഞ്ഞുനാൾ മുതല് നമ്മൾ കുമ്പിട്ട ദൈവമാണ്. മതി. മതി മതി. ആന്റി, അച്ഛൻ എപ്പോഴും തറവാട്ട് ക്ഷേത്രത്തെ കുറിച്ച് പറയാറുണ്ട്. ഞാനും രഞ്ജിത്തൊന്നും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. യെസ് ആന്റി, തറവാട് ക്ഷേത്രത്തിൽ പോണെന്ന് പറഞ്ഞപ്പോ അതിന്റെ ഒരു ത്രില്ലില്ല ഞാൻ. പത്മ, എന്തായാലും ഞങ്ങൾ ഇവിടെ വന്നിട്ട് നമ്മൾ കുടുംബങ്ങൾ ഒന്നിച്ചൊരു യാത്ര ചെയ്തില്ലല്ലോ.
നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാം. ഒരു പ്രഷർ ട്രിപ്പ് കൂടി ആയിക്കോട്ടെ. അതെ. എന്തു പറയുന്നു? ആന്റി പറ്റുമെങ്കിൽ എന്നെ ഒന്ന് ഒഴിവാക്കി തരണം. എനിക്കിതിലൊന്നും അത്ര താല്പര്യമൊന്നുമില്ല.